അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക ക്യാമ്പുകൾ ആക്രമണ ഭീതിയിൽ. ഇസ്രായേലിനെ അകമഴിഞ്ഞ് പിന്തുണച്ച ജോ ബൈഡന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വിമർശന വിധേയമാകുന്ന അതേ സമയത്താണ് US സൈന്യത്തിന് നേരെ വിവിധയിടങ്ങളിൽ ആക്രമണവും ശക്തമാകുന്നത്. ഇറാഖിലെ അമേരിക്കൻ സൈന്യത്തിന് നേരെയാണ് ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ചെങ്കടലിലെ ഹൂതി സംഘവും അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് യദു നാരായണൻ നൽകും. യദു, അമേരിക്കക്കെതിരായ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ കടുക്കുകയാണോ? എങ്ങനെയാണ് അമേരിക്ക ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അഞ്ജന പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അമേരിക്കക്കെതിരെ പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 10-ാം തീയതി, അതായത് ഇന്നലെ, ഒരു ശക്തമായ ആക്രമണം നടന്നിരുന്നു. അത് അമേരിക്കയുടെ ഒരു സൈനിക ബേസിനെ തന്നെ തകർത്തു കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൂവ്മെന്റോ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ്. അത് ഏത് സംഘടനയാണ് ഇത് നടത്തിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. കാരണം ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറയുന്നത് അത് മിലീഷ്യകളുടെ ആക്രമണമാണ്, അവരുടെ നേതൃത്വത്തിൽ മൂവ്മെന്റ് ഓഫ് മിലീഷ്യ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ചില മാധ്യമങ്ങളിൽ അത് ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഏത് സംഘടനയുടെ ഭാഗത്ത് നിന്നാണ് ആക്രമണം എന്നുള്ളതല്ല, മറിച്ച് ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത് അമേരിക്കൻ സൈന്യമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇറാഖിലും ഇറാനിലും കഴിഞ്ഞ 48 72 മണിക്കൂറായി അമേരിക്കൻ സൈന്യത്തിന് നേരെ പല വിധത്തിലുള്ള ആക്രമണ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോൺ ആക്രമണമാണ്. ഈ ഡ്രോണുകൾ പലപ്പോഴും അമേരിക്കൻ സൈന്യത്തിന് കണ്ടെത്താനും അത് വെടിവെച്ചിടാനും കഴിയുന്നുണ്ട് എങ്കിലും അമേരിക്കയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ശക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തോത്, എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ, അതായത് അവിടുത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി, അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് വൈദേശിക ശക്തികൾ ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, അധിനിവേശത്തിന് ശേഷം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ അമേരിക്കൻ സേനയുടെ സാന്നിധ്യമുണ്ട്. പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലും അമേരിക്കൻ സേനയുടെ സാന്നിധ്യം തുടരുന്നുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആഗോള തീവ്രവാദത്തെ അമർച്ച ചെയ്യുക എന്നതടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ തങ്ങളുടെ അധിനിവേശ സേനകളെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിയോഗിക്കാറുള്ളത്. അതിന് ഒരു പരിധിവരെ അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയും കിട്ടാറുണ്ട്. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ അറബ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ട സമയത്ത്, ഇതിനു മുമ്പ് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായ സമയത്തൊക്കെ അമേരിക്കൻ സൈന്യം നിർണായക ഇടപെടലുകൾ നടത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം ഇവിടങ്ങളിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായി അല്ലെങ്കിൽ കാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സൈന്യത്തിന് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നു തുടർച്ചയായി. അതും ഇത്രയും വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ സൈന്യത്തിന് നേരെ പൊടുന്നനെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിഗതികളുടെ തുടർച്ചയാണെന്ന് പറയേണ്ടി വരും. അതായത് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന യുദ്ധവും അതിനെതിരെ ഇറാൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്ന നിലപാടും അതിന്റെ തുടർച്ചയുമാണ് ഇപ്പോൾ കാണുന്ന ഈ പൊടുന്നനെയുള്ള ആക്രമണങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുമ്പോൾ അതേസമയം ചെങ്കടലിൽ ഹൂത്തികൾ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ വെല്ലുവിളികളെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന വിധത്തിൽ അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തതിന് പിന്നാലെ നിരവധി കപ്പലുകൾക്ക് നേരെ, ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഹൂത്തികളാണ്. ഇന്നലെ പുതിയൊരു വാർത്ത പുറത്തു വന്നു. അത് UK കപ്പലിന് നേരെ ഒരു ആക്രമണ ശ്രമം ഹൂത്തികൾ നടത്തിയെന്നാണ്. ആ ഡ്രോണുകൾ എന്ന് പറയുന്നത് 18ഓളം മിസൈലുകളും 5ലധികം ഡ്രോണുകളും ഒരേ സമയം UK കപ്പലിന് നേരെ, വാർഷിപ്പിന് നേരെ അയച്ചു എന്നും അതവർ വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ UK-യും US-ഉം നാറ്റോ രാജ്യങ്ങളിൽ ചിലതുമൊക്കെ ചേരുന്ന ഒരു വലിയ കൂട്ടായ്മ, അവർ ചെങ്കടലിൽ സുരക്ഷിതത്വം ഒരുക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 1-2 മാസമായി. എന്നിട്ടും അവിടെ ഹൂത്തികളുടെ വിളയാട്ടം അവസാനിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയെ പ്രധാനമായി പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഈ ചെറു സംഘങ്ങൾ എന്നുള്ളതാണ് ഇതിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പണ്ട് തന്നെ അമേരിക്കയോട് ഇറാന് വലിയ പകയുണ്ട്. അത് ഖാസിം സുലൈമാനി എന്ന അവരുടെ സൈനിക പ്രമുഖന്റെ, ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ കൊലപാതകം
കൊലപാതകത്തിന് പിന്നാലെ അമേരിക്കയോട് പകരം ചോദിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയായിരുന്നു ഖാസിം സുലൈമാനിയുടെ വധമെന്നാണ് നേരത്തെ മുതൽ തന്നെ ഇറാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിനു പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം ഖാസിം സുലൈമാനിക്ക് പകരക്കാരനെന്നോ അല്ലെങ്കിൽ അതുപോലെ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ്, കഴിവുള്ള ഒരു നേതാവ് എന്ന നിലയിലുള്ള മറ്റൊരു നേതാവിനെ കൂടി വധിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ പക പോക്കുകയാണ്, അല്ലെങ്കിൽ ഇറാന് വലിയ പ്രതികാരമുണ്ട് അമേരിക്കയോട്. ആ പ്രതികാരം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കക്കെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നത്. കാരണം ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധമുണ്ടായപ്പോൾ, അത് യുദ്ധമെന്നല്ല, ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടുന്ന് കുറെ ആളുകളെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി 93-94 ദിവസമായി ഇപ്പോഴും അവർ തുരങ്കങ്ങളിലാണ്. അവരെ കണ്ടെത്താൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇസ്രായേലിന് ഗസയിലേക്ക് വ്യോമാക്രമണം നടത്താനും 24,000-ഓളം സാധാരണക്കാരെ കൊല്ലാനുമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഗസയിലുള്ള ഒരു ഹമാസിന്റെ തന്ത്രപ്രധാന നേതാവിനെയും കൊലപ്പെടുത്താൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ലെബനനിലുള്ള ആളുകളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെബനനിൽ താമസിച്ചിരുന്ന സാലിഹ് അൽ അഹൂരി എന്ന ഹമാസിന്റെ തലവനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ, അതായത് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ വലിയ പ്രതികാര ദാഹത്തോടു കൂടി നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെ. അതോടൊപ്പം ഇവർ അമേരിക്കയെ കൂടി ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയോടും വലിയ വൈരാഗ്യം, പ്രതികാരം ഇവരുടെ ഉള്ളിൽ ഉണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും നൽകിയത് അമേരിക്കയാണ്. നമുക്കറിയാം, തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് നിരുപാധികമായ പിന്തുണ ഞങ്ങൾ കൊടുക്കുകയാണ് ഇസ്രായേലിന് എന്നുള്ളതാണ്. ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അവകാശത്തിനൊപ്പം ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത്. ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ബൈഡൻ ആ പറഞ്ഞത് അക്ഷരം പ്രതി അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ തുടർച്ചയായ പിന്തുണ ഏതാണ്ട് 1-1.5 മാസം ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും ഇല്ലാതെ ഇസ്രായേലിന് കൊടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ വ്യോമാക്രമണം നടക്കുമ്പോൾ നാവിക ആക്രമണം കൂടി, അതായത് കടൽ വഴിയുള്ള ഒരു ആക്രമണം കൂടി ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. ഇസ്രായേലിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക ചെയ്തത് എന്താണ്? അവരുടെ കസ്റ്റഡിയിലുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ, നാവിക കപ്പൽ, അത് നേരെ കൊണ്ടുവന്ന് മെഡിറ്ററേനിയൻ കടലിൽ ഇട്ടുകൊടുത്തു. USS ഫോർട്ട് ജെറാൾഡ് എന്ന് പറയുന്ന കപ്പലായിരുന്നു അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ്. അപ്പൊ ആ കപ്പൽ വിട്ടുകൊടുക്കുകയാണ് ഇസ്രായേലിന്. അന്ന് 8 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് അമേരിക്ക വിട്ടുകൊടുത്തിരുന്നു. 1000-ലധികം സൈനികർ വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെ വ്യോമാക്രമണം ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നു. ആ ഘട്ടത്തിലാണ് ഹമാസ് ഗറില്ല മോഡൽ വാർഫ്രണ്ടുമായിട്ട് ഇവരെ തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഒരു തിരിച്ചടി നേരിടുകയും എങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു തടസ്സം ഉണ്ടാവുകയും ചെയ്തൊരു ഘട്ടം വന്നു. ആ സമയത്ത് അമേരിക്കയുടെ സഹായം തേടിയപ്പോൾ അമേരിക്ക പറഞ്ഞത്, നിങ്ങൾക്ക് ലക്ഷ്യബോധം കുറവാണ്, നിങ്ങൾക്ക് കരയുദ്ധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആളുകളെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ കരയുദ്ധത്തിൽ, പ്രത്യേകിച്ച് ഗറില്ല വാർ ഫ്രണ്ടേജിൽ മുന്നിൽ നിന്നിരുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ അങ്ങനെ വിട്ടുകൊടുക്കുകയായിരുന്നു ഇസ്രായേലിന് അമേരിക്ക. അപ്പോൾ അത്രയും വലിയ സഹായങ്ങൾ അമേരിക്ക ചെയ്തു കൊടുത്തിട്ടും ഇസ്രായേലിനൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് അവരുടെ തെറ്റാണ്. പക്ഷേ അപ്പോഴും അമേരിക്ക അപ്പുറത്ത് യുദ്ധം നടക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലിന്റെ പ്രതിരോധമാണ് ഗസയിലേക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം മുതൽ കുറെ കാലം ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കക്കെതിരെ വലിയ പ്രതിഷേധം, ഈ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധം ഒരു വലിയ മാനുഷിക പ്രശ്നമായി ഉയർന്നു വരുന്നു. അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ വരുന്നു. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായത്. ഇത് നെഗറ്റീവായി നമ്മളെ ബാധിക്കും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വരുന്നത് ഒരു പക്ഷെ അങ്ങനെയായിരിക്കും. കാരണം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ലോസ് ഏഞ്ചൽസ് വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ പൗരന്മാർ അവിടെ ഉപരോധം നടത്തിയ ഒരു സംഭവം ഉണ്ടായത് ഏതാണ്ട് 1-1.5 ആഴ്ചയോ മുമ്പാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 4-5 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ആളുകളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അവരോടായി പറഞ്ഞത്, ഞങ്ങൾ യുദ്ധം നിർത്തിക്കാനുള്ള വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതായത് ഒരു വശത്ത് ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നും എല്ലാ വിധത്തിലും ഇവർ യുദ്ധം തുടരട്ടെ എന്നും പറഞ്ഞ അമേരിക്ക ഇപ്പോൾ പറയുന്നത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ്. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് അത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ആന്റണി ബ്ലിങ്കൻ 4ാമത്തെ തവണയാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. ആ സന്ദർശനം നടത്തുന്ന വേളയിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുകയും
പലസ്തീനെ സ്വതന്ത്രമാക്കുകയും ചെയ്യാനുള്ള ഒരു നിർദ്ദേശം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതായിരുന്നു. ആന്റണി ബ്ലിങ്കൻ അത് ഇന്നലെ മാധ്യമങ്ങളോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതായത് ആദ്യം ഇസ്രായേലിന് എല്ലാ അഗ്നിയും ആയുധവും കൊടുത്തുവിട്ട അമേരിക്ക ഇപ്പോൾ ഇതെല്ലാം തിരിച്ചടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ തിരിച്ചടിക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ട്രൂപ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഏതാണ്ട് 2500 ട്രൂപ്പുകളാണ് ഇപ്പോൾ ഇറാഖിൽ മാത്രം അമേരിക്കയുടേതായിട്ടുള്ളത്. അതിനു നേരെയാണ് മിലീഷ്യകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ അമേരിക്ക ഈ യുദ്ധം വ്യാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അമേരിക്കയും വലിയ തോതിൽ സാമ്പത്തികമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഹൂത്തികളോടാണെങ്കിലും എടുത്തിട്ടുള്ള നിലപാട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പ്രതിരോധിക്കും, അല്ലെങ്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്നതിനപ്പുറത്തേക്ക് യമനിലേക്ക് കടന്നു കയറി ഈ ആക്രമണം വ്യാപിപ്പിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു. ലെബനനിലേക്ക് ആക്രമിക്കാൻ തയ്യാറെടുത്ത ഇസ്രായേൽ സൈന്യത്തോട്, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിലേക്ക് സൈനിക നീക്കം, ഗസ മോഡൽ സൈനിക നീക്കത്തിന് പദ്ധതിയിട്ടപ്പോൾ അപ്പോഴും പറഞ്ഞത് എന്തായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അത് ചെയ്യരുത്, യുദ്ധം വ്യാപിക്കുമെന്നായിരുന്നു. അപ്പൊ മൊത്തത്തിൽ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണ്, പ്രതിരോധത്തിലാണ്. കാരണം ഇതിനൊക്കെ കുടപിടിച്ചാൽ, ഇസ്രായേലിന് കുടപിടിച്ചാൽ ജോ ബൈഡന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന പ്രതിപക്ഷ നേതാവ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ തന്നെ ഈ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗസ വിഷയത്തിൽ. ഈ വിഷയം ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തുടർഭരണ സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന ഭീതി അദ്ദേഹത്തിനുണ്ട്. കാരണം അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ നടക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന്, ചെങ്കടലിൽ നിന്ന് വലിയ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സിറിയയിലും ഇറാഖിലും അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയോട് നിങ്ങൾ കാരണമാണ് ഇസ്രായേൽ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത് എന്ന വിധത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ അമേരിക്കയ്ക്കുള്ളിൽ ജോ ബൈഡനെതിരെ വ്യക്തിപരമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക വലിയ പ്രതിസന്ധിയിൽ, അതായത് അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാട് അവർക്ക് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്, ആ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ സൈന്യത്തിന് ഇസ്രായേൽ ഗസ വിഷയത്തിൽ ഗസയ്ക്കൊപ്പം നിൽക്കുന്ന, പ്രോ ഗസ നിലപാട് സ്വീകരിക്കുന്ന ചെറു സംഘടനകൾ, ഇറാന്റെ ഒക്കെ ബാക്കപ്പോടുകൂടി അമേരിക്കയെ അടിക്കാൻ കാത്തു നിൽക്കുന്ന ഇറാന് കിട്ടിയ വടിയായി വിഷയം മാറുമ്പോൾ ഇറാൻ ചെറു സംഘങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് ഇസ്രായേലിനൊപ്പം തന്നെ അമേരിക്കയും ടാർഗറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളതും ഇതിൽ കാണുമ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്ന ഒന്ന് അമേരിക്കയ്ക്കും ജോ ബൈഡനും ആയിരിക്കും എന്ന നിലയിൽ ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ തന്നെ ഒരു മുൻകൈ എടുത്ത് ഇപ്പോൾ രംഗത്ത് വരുന്നത്.